കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ തീരദേശ മേഖലയുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനത്തിനായി 1920 റാവു ബഹദൂർ വി ഗോവിന്ദൻ സ്ഥാപിച്ച ഫിഷറീസ് LP സ്കൂളാണ് പിൽക്കാലത്ത് GVHSS മടപ്പള്ളിയായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടത്. മികച്ച അടിസ്ഥാന സൗകര്യമുള്ള സ്കൂളിൽ അധ്യാപകർ പഠന പുരോഗതി വിലയിരുത്താൻ കുട്ടികളുടെ പ്രൊഫൈലുകൾ പ്രത്യേകം തയ്യാറാക്കി പഠനാസൂത്രണം നടത്തിവരുന്നു. ഇതിന്റെ ഭാഗമായി പിയർ ഗ്രൂപ്പ് സ്റ്റഡി, എക്സ്പെരിമെന്റൽ ഓറിയന്റഡ് സ്റ്റഡി, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. ULCCS എന്ന തൊഴിലാളി സഹകരണ പ്രസ്ഥാനത്തിന്റെ സഹകരണത്തോടെ നടത്തിയ മാപ്പിൾ പ്രോജക്ടിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ ക്ലാസുകൾ, പഠനം മെച്ചപ്പെടുത്താൻ UP വിഭാഗത്തിന് ഉണർവ്, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി തെളിമ എന്നീ പഠന ക്യാമ്പുകളും ICT സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളെ പഠനത്തിൽ മുൻപന്തിയിലെത്തിക്കാൻ സാധിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനം ഉയരെ എന്ന പേരിൽ സംഘടിപ്പിച്ചു. സാഹിത്യ ക്യാമ്പ്, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 5 ദിവസത്തെ സഹവാസ ക്യാമ്പ് എന്നിവ നടത്തി ULCC സഹകരണത്തോടെ നിർമ്മിച്ച മടപ്പള്ളി യുണൈറ്റഡ് എന്ന സിനിമാ തിയേറ്ററിൽ റിലീസ് ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ കർമ്മ പരിപാടിയിൽ നിർമ്മിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിദ്യാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വിദ്യാർത്ഥികൾ നിരീക്ഷിക്കുകയും വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിലൂടെ തങ്ങൾ നേടിയ അറിവുകൾ മറ്റുള്ളവരിലേക്കും പകർന്നു നൽകാനും സേവന പ്രവർത്തനങ്ങൾ നടത്താനും കുട്ടികൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. ഇതിന്റെ ഭാഗമായി അധ്യാപകർക്കും മറ്റു ജീവനക്കാർക്കും ഓൺലൈൻ സേവനങ്ങൾ, കുട്ടികൾക്കും അമ്മമാർക്കും സൈബർ ക്ലാസുകൾ, കലോത്സവങ്ങളിലെ ഡോക്യുമെന്റേഷൻ പ്രവർത്തനങ്ങൾ, ലാപ്ടോപ്പ് കൺട്രോൾ യൂണിറ്റായും ടാബ്ലറ്റ്, ബാലറ്റ് മെഷീനായും ഉപയോഗിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ രീതിയിൽ സ്കൂൾ പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയതും, ഒരു വിദ്യാർത്ഥി സ്കൂളിനു വേണ്ടി ഓട്ടോമാറ്റിക് സാനിറ്റൈസർ നിർമ്മിച്ചു നൽകിയതും വിദ്യാർത്ഥികളിലെ സാങ്കേതിക പരിജ്ഞാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന്റെ നേട്ടങ്ങളാണ്. ഡിജിറ്റൽ സാധ്യതകൾ തന്നെയാണ് കോവിഡ് കാലത്തും വിദ്യാഭ്യാസം നൽകാൻ അധ്യാപകരെ സഹായിച്ചത്. ഓൺലൈൻ ക്ലാസ് ലഭ്യമല്ലാത്ത കുട്ടികളെ സഹായിക്കാൻ തുടങ്ങിയ കടലോളം പദ്ധതിയിലൂടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന, അധ്യാപകർ, സ്കൂൾ PTA എന്നിവരുടെ സഹകരണത്തോടെ മൊബൈൽ ഫോൺ വാങ്ങി നൽകി കൃത്യമായ അധ്യയന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സ്കൂളിന് സാധിച്ചു. കുട്ടികളിലെ സാമൂഹികപരമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ്, ഹരിതസേന, NSS എന്നിവ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. സാമ്പത്തിക സഹായങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, തീരസ്പർശം പരിപാടി, ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, സൈബർ സേവനങ്ങൾ, ക്ലാസുകൾ എന്നീ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിലെ അനുഭവജ്ഞാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സഹകരണ പഠനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ബാൻഡ്, നാടകം, നൃത്തം, നാടൻപാട്ട്, ഒപ്പന, തിരുവാതിര, അറബനമുട്ട്, സംഘഗാനം എന്നീ കലാരംഗത്തും കരാട്ടെ, കളരി, സോഫ്റ്റ് ബോൾ, ഖോ, ഹഡിൽസ്, ഡിസ്കസ് ത്രോ, ടേബിൾ ടെന്നീസ് എന്നീ കായിക രംഗത്തും ചിത്രരചന, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നിവയിലും പരിശീലനം നൽകി വരുന്നു. ഉപജില്ലാ ഹൈസ്കൂൾ വിഭാഗം ഗണിതശാസ്ത്രമേള, ശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള, കായികമേള, കലോത്സവം എന്നിവയിൽ ഓവറോൾ കിരീടം. സമുദ്ര എന്ന പേരിൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന റേഡിയോ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ നൂതന സംവിധാനങ്ങളോട് കൂടിയ സ്റ്റുഡിയോ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. ഇതുവഴി കൃത്യമായ ഇടവേളകളിൽ സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമുകൾ കുട്ടികളിലേക്ക് എത്തിച്ച് സംവദിക്കാനുള്ള വേദിയൊരുക്കുന്നു. അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെ നിർമ്മിച്ച AC തിയേറ്റർ ഉപയോഗപ്പെടുത്തി ചലച്ചിത്ര പ്രദർശനവും, വായന പ്രോത്സാഹിപ്പിക്കാൻ സ്കൂൾ ലൈബ്രറി സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയുള്ള അക്ഷരദീപം പദ്ധതിയും, അലങ്കാര മത്സ്യ കോഴ്സിന്റെ ഭാഗമായ അക്വേറിയവും ഈ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള പഠനത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മികച്ച അധ്യാപകരുടെ സഹായത്തോടെ ചിട്ടയായ പ്രവർത്തനങ്ങളുമായി പാഠ്യേതര രംഗത്ത് പ്രതിഭകളെ വാർത്തെടുത്തുകൊണ്ട് GVHSS മടപ്പള്ളി ഇന്ന് 102 വർഷത്തിന്റെ നിറവിൽ എത്തി നിൽക്കുകയാണ്.